ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പശുപതി കൊണ്ടുവന്ന തെളിവുകളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ അപർണ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ജാനകിയുടെ അടുത്ത് വരെ എത്തിയതിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മുടെ അപർണ. അത് കഴിഞ്ഞ് പിന്നെ തമ്പി ഭാര്യയെ ഭയങ്കര സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് രാവിലെ തൊട്ട് മുറിയിൽ ഇങ്ങനെ അടച്ചിരുന്നിട്ടാ നിന്റെ മൈൻഡ് ക്ലിയർ ആവാത്തത്, നീ ഇനി കുറച്ച് നേരം എന്താ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ് വിളിച്ചടുത്ത് കൊണ്ടുവരുത്തുന്നു. ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ പറയുമ്പം അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഭാര്യ. നീ ഒന്നും പറയണ്ട, 24 മണിക്കൂറും മുഖവും വീർപ്പിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അപർണ കയറി വരുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നീ വന്നോ, അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല മോളെ, പെറ്റീഷൻ തള്ളി പോവോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ അത് ഓർത്ത് വിഷമിക്കരുതെന്ന് എത്ര വട്ടം ഞാൻ അമ്മയോട് പറയണം എന്നീ അപർണ അമ്മയോട് പറഞ്ഞു. അച്ഛനെതിരെ ജാനകി രംഗത്തിറക്കിയ രാധാമണി വാരസ്യാരുടെ ചിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞ് ഞെട്ടിയ തമ്പി. അപ്പം അങ്ങനെ സ്ത്രീ ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ഒരാളെ വേഷം കെട്ടിക്കാതെ കേസ് കൊടുക്കാൻ പറ്റുമോ അമ്മയെന്നും അച്ഛൻ ഈ സ്ത്രീയെ പരിചയമുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് തമ്പിക്ക് കുറച്ച് ആശ്വാസം. തമ്പി അവിടെ നിന്ന് വലിയവായി ചിരിക്കുവോ, ഹ ഹ ഹ ഹ ഹ ഹ എന്നും പറഞ്ഞേ. തമ്പി അവിടെ നിന്ന് വലിയവായിൽ ചിരിക്കുന്നു. തമ്പിക്ക് ആശ്വാസമാണ് ഉള്ളിൽ, അത് ഭാര്യയ്ക്കുമ്പോഴേക്കും അറിയില്ലല്ലോ. അപ്പം ഈ രാധാമണി വാരസ്യാർക്ക് മരിച്ചു പോയ എൻ്റെ അമ്മയെക്കാളും പ്രായമുണ്ടല്ലോ ഒടി മോളെ എന്നും പറഞ്ഞ് തമ്പി ഭയങ്കര ചിരി. നീ ഈ ഫോട്ടോ എന്ന് നിൻ്റെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ് തമ്പി മകളുടെ കയ്യിൽ കൊടുത്തു. മകളത് അമ്മയെ കാണിച്ചു. അപ്പോൾ അതെ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഈ സമയം ഇപ്പോഴെൻ്റെ നെഞ്ചിലെ തീയൊന്ന് കെട്ടത്. അഭിയും ജാനകിയും കൂടി ചേർന്ന് ഏതോ ഒരു സ്ത്രീയെ രാധാമണി വാരസ്യാരായിട്ട് വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണെന്നും സമാധാനമായെന്നും പറഞ്ഞ് തമ്പി അവിടെ നിൽക്കുക. അപ്പം ഇവരെയാണ് വിശ്വയുടെ മാനം കെടുത്തിയെന്ന് പറയുന്നത് എന്ന് നമ്മുടെ ഭാര്യ ചോദിക്കുമ്പം അതേന്ന് ഈ സ്ത്രീയെ എന്ത് ധൈര്യത്തിലാണ് അഭി കോടതിയിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല മോളെ, നിനക്ക് ഈ ഫോട്ടോ എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ ഏർപ്പാടാക്കിയ ഒരാൾ ജാനകി താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നുവെന്നും ജാനകി ഇവരെയും അവിടെ വെച്ച് അയാൾ കണ്ടതാണെന്നും പറഞ്ഞു. ജാനകി ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഇതിലുണ്ട് എന്നിങ്ങനെ പറയുമ്പം ആണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമ്പി ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പം തമ്പിക്കും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അയാളെ അയച്ചത് ഞാനാണെന്ന് മനസ്സിലാക്കിയ അവരെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയതെന്ന കാര്യം അപർണ പറയുക. ആ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ കോടതിയിൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല ഞാൻ നിരപരാധിയാണെന്ന്. നിനക്ക് ജാനകിയാണ് വിശ്വാസം അല്ലേന്ന് ചോദിച്ചു ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നു. എൻ്റെ മോളാണെങ്കിൽ സത്യം, ഞാൻ ആ സ്ത്രീ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും തമ്പി പറഞ്ഞു. അപ്പോൾ ഈ കേസ് തള്ളിപ്പോകുമല്ലേ എന്ന് അമ്മ ചോദിച്ചേ. അപ്പോൾ അത് അവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അമ്മേ. അച്ഛനെ പരമാവധി നാണം കെടുത്തുക, അതാണ് അഭിയുടെയും ജാനകിയുടെയും മനസ്സിലിരിപ്പ്, മറ്റൊന്നുമല്ല. പക്ഷേ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവരായിരിക്കും. പെറ്റീഷൻ തള്ളിയാൽ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കുമെന്നുള്ള കാര്യം അപർണ പറയുക. നോക്കിക്കോ, അച്ഛനെ മാനം കെടുത്തിയ സന്തോഷത്തിൽ അഭിയും ജാനകിയും വീട്ടിലിരിക്കില്ല എന്നും പറഞ്ഞു. ഇരുത്തില്ല അപർണ എന്നും പറഞ്ഞ് തുള്ളുമ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കൂടി മോളെ. ഇത് അവൻ്റെയും അവളുടെയും നാശത്തിന് വേണ്ടിയുള്ള കളിയാ. വിനാശകാലേ വിപരീത ബുദ്ധി, അത്ര അങ്ങ് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ മോളെ, നിനക്ക് ഈ ഫോട്ടോ എടുത്ത് തന്ന ആളിൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ, അച്ഛൻ അവിടെ പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആ വീടും പരിസരവും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാനാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ തരാം എന്ന് പറഞ്ഞു. അച്ഛനും മോളും കൂടി പുതിയ നമ്പറുമായിട്ട് ഇറങ്ങും. അതിനുശേഷം അമ്മയും കൂട്ടി മകളകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ജാനകിയെ പറ്റിയും ജാനകി കൂടെ താമസിച്ചിരിക്കുന്നവളെ പറ്റിയും എൻ്റെ മകൾക്ക് ഏറ്റവും മൂലമൊക്കെ അറിവ് കിട്ടി. അത് വെച്ച് തമ്പിയെ വീഴ്ത്താവെന്നുള്ളതാണ്. നടക്കില്ല. ഈ ഫോട്ടോയിൽ കണ്ടതാണ് രാധാമണി വാരസ്യാരെന്ന് എല്ലാവരും അറിയണം. പൊളിക്കും, പൊളിയാന്നും പറഞ്ഞത് തമ്പി നിന്ന് ഭയങ്കര ചിരി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദ്രജയും നകുലിനും കൂടെ സംസാരിക്കുക. ഈ നകുലിന് അഭിരാമനെ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രജയോട് പറയും കേട്ടോ. അപ്പോൾ അഭിരാമിൻ്റെ മനസ്സിൽ നിന്നെപ്പറ്റി നല്ലൊരു ഇമേജാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചേട്ടത്തി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്താണ് ഏട്ടത്തിയുടെ മനസ്സിലുള്ളതെന്ന് അനിയൻ ഏട്ടത്തിയോട് ചോദിച്ചു. ഞാനും കൂടെ ഒന്ന് അറിയട്ടെ ഏട്ടത്തി, എന്താന്ന് പറയാൻ പറഞ്ഞ അനിയൻ പുറകെ നടക്കുക ഏട്ടത്തിയുടെ. ജാനകിയും നീയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അഭി അറിയാൻ സമയമായി എന്ന് പറയുന്നു ഈ ഇന്ദ്രജ. ഇപ്പോഴേ വിത്ത് വീണാലേ നമ്മൾ ഉദ്ദേശിച്ച സമയം വരുമ്പോൾ അതൊരു മരമാവുകയുള്ളൂ എന്ന കാര്യമൊക്കെ ഇന്ദ്രജ പറയാം. ഏട്ടത്തി ഇപ്പോഴേ തുറന്നു പറയാൻ പോവാണോന്ന് നകുലൻ ചോദിച്ചു. അയ്യോ അതൊന്നും പാടില്ല, അത് ശരിയാവില്ല, അത് ദോഷം ചെയ്യും, അങ്ങനെ ചെയ്താൽ എല്ലാം കൈവിട്ടു പോകും. ഇപ്പോൾ ഏട്ടത്തിയാണ് ധൃതി കാണിക്കുന്നതെന്ന് പറയുമ്പം അതിന് മാത്രം ഞാൻ മണ്ടിയൊന്നുമല്ല നേട്ടത്തി അനിയനോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ജാനകിയെ തകർക്കാനുള്ള വഴിയും അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്.
അപ്പോൾ ജാനകിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതുണ്ടായിരുന്നില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പക്ഷെ അബിയുടെ മുന്നിൽ നീയും ജാനകിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുക. അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുള്ള സമാനമായ കാര്യങ്ങൾ അവിടെ നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രജി ഇങ്ങനെ അനിയനുമായിട്ട് സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അമൽ നമ്മുടെ അമ്മയെ കാണാനായിട്ട് വന്ന് രാധാമണിയമ്മയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ, അമ്മയായിട്ടൊക്കെ സംസാരിച്ച്. അപ്പോൾ നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പേര് പോലെ തന്നെ അമൽ എന്നാണ് പേരെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ പേര് പോലെ തന്നെ കളങ്കമില്ലാത്തവനാണ് അമ്മയെന്നൊക്കെ ഇങ്ങനെ അമലിനെ പറ്റി പറയും കേട്ടോ നമ്മുടെ ജാനകി. അമ്മയ്ക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഏട്ടത്തി, നിങ്ങൾ വെറുതെ ഒരു സൂട്ടിക്ക് വിടാൻ പറഞ്ഞു അമൽ, ഇവിടുന്ന് പോകാൻ പറ്റിയ സമയം തന്നെയാണെന്ന് അമലിനോട് ജാനകിയും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ പോട്ടെ, അമൽ എന്താ വന്നതെന്ന് ചോദിച്ചു. എന്താ വിശേഷിച്ച്? അമ്മയെ കാണാനല്ല വന്നത് എന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ ഒറ്റപ്പെട്ട ഒരു നിലയിലാണ് ഏട്ടത്തി ഉള്ളതെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. വീട്ടിലെ ചർച്ചകൾ കേട്ടാലേ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണെന്ന്. സാക്ഷികളെ കണ്ടെത്താൻ, തെളിവുണ്ടാക്കാൻ രണ്ടു കൂട്ടരും ഒട്ടും പിന്നിലും അല്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അപർണ അജയ് ഈ കേസ് ഏൽപ്പിച്ചത് എന്തിനാണെന്ന് അജയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം പറയുക ജാനകി. ഈ കേസിൻ്റെ അവസ്ഥ എന്താണെങ്കിലും അജയിൽ നിന്നും നിരഞ്ജന അകന്നു പോകുമെന്നുള്ള കാര്യം ജാനകി പറയുമ്പോൾ അതൊക്കെ എപ്പോഴും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിരഞ്ജനേടത്തി അവിടെ താമസിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത് പോലെയാണ് ഏട്ടത്തിയുടെ കാര്യങ്ങളെല്ലാം. എന്താണ് അവർക്കിടയിലെ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല എന്ന് അമൽ അന്നേരം പറഞ്ഞു. ജാനകിക്ക് ഒന്നും പറയാനില്ലാണ്ട് നിൽക്കാം. എനിക്ക് ജാനേടത്തി ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ നീ കാര്യം പറയാൻ പറഞ്ഞു. നമുക്ക് സമാധാനമല്ലേ ഏട്ടത്തി, എന്തിനേക്കാളും വലുതെന്ന് ചോദിച്ചു. എന്നിട്ട് ഈ കേസിൽ നിന്ന് പിന്മാറാനും ഒക്കെയുള്ള കാര്യങ്ങൾ അമൽ ഇങ്ങനെ പറയാം. അപ്പം അമ്മ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുമ്പോൾ അമലെ, ജീവനുള്ള പ്രതിമ പോലെ നിന്റെ അടുത്തിരിക്കുന്ന അമ്മയെ നീ കാണുന്നില്ലേ എന്ന് ജാനകി അമ്മയോട് ചോദിച്ചു. അമലിനോട് ചോദിച്ചു അമ്മയെ നോക്കിക്കൊണ്ട്. അമ്മയ്ക്ക് ഈ വിധി കൊടുത്തവനും ഞാനും നീയും അടക്കം സന്തോഷിച്ചും സുഖിച്ചും ജീവിച്ച കാലത്തെ ഈ അമ്മ ഇരുട്ടിലായിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് ജാനകി. ആ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്ന് ജാനകി ചോദിച്ചു. ഇപ്പോൾ ബന്ധങ്ങൾക്കൊരു ഉലച്ചിൽ വന്നപ്പോൾ നിനക്കത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ എന്നും ജാനകി അമലിനോട് ചോദിക്കുക കേട്ടോ. അമലാണെങ്കിൽ ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ടൊന്നും പറഞ്ഞതല്ല ഏട്ടത്തി, ഏട്ടത്തി ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് അത് നിങ്ങളൊക്കെ തന്നെയാണെന്നും എനിക്കൊരു ജീവിതം ഉണ്ടായിട്ട് വേണ്ടേ സ്വാർത്ഥത ഉണ്ടാകാനെന്ന് അമൽ ഇങ്ങനെ ചോദിച്ചു. ഏട്ടത്തിയായിട്ട് എൻ്റെ ശിരസിൽ വെച്ച് തന്നതാണ് ഞാനിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇന്നുവരെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചിട്ടില്ല എന്നും അമൽ ജാനകിയോട് പറയുന്നു. അമലും ചോദ്യം ചെയ്യുക. ഏട്ടത്തിയും അപർണയും സഹോദരങ്ങളാണെന്ന് കേട്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം തോന്നിയെന്ന് അമൽ പറയുവാണ്. അപർണ ഇപ്പം എൻ്റെ ഭാര്യയാണെന്ന് മാത്രമേ ഉള്ളൂ എന്നും പിന്നെ ഭംഗിവാക്കിൽ പൊതിഞ്ഞ ഒരു പേര് മാത്രമാണ് ആ ഭാര്യ എന്നുള്ള ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് അമൽ തൻ്റെ നിസ്സഹായ അവസ്ഥയൊക്കെ ജാനകിയോട് പറയുക. ബദ്ധശത്രുക്കളായാൽ പോലും രക്തബന്ധം മുറിച്ചു മാറ്റാനേ അത് പറ്റില്ല ഏട്ടത്തി, അത് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കേസിൻ്റെ കാര്യത്തിൽ ഏട്ടത്തിക്ക് എന്ത് ഉറപ്പാണുള്ളതെന്ന കാര്യമൊക്കെ ചോദിച്ചു. അന്നേരം ജാനകി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. തമ്പിയുടെ മകളാണ് ഏട്ടത്തിയെന്ന് അപർണ അറിയാത്തിടത്തോളം അപർണ നടത്തുന്നത് സത്യം അറിഞ്ഞു വെച്ച് ഏട്ടത്തി നടത്തുന്നതും സ്വന്തം നിഴലിനോടുള്ള യുദ്ധം തന്നെയല്ലേ എന്ന് അമൽ ചോദിച്ചു. ജാനകി ഇതെല്ലാം കേട്ട് നിൽക്കുക. കേസിൽ തോറ്റുപോയിട്ട് ജാനകി തനിക്ക് ആരാണെന്ന് അപർണ അറിയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു. തമ്പിക്കുള്ള ശിക്ഷ എന്തായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ ഒരു മകൾ അച്ഛനെ ജയിലിൽ കയറ്റാനും മറ്റൊരു മകൾ അച്ഛനെ രക്ഷിക്കാനും യുദ്ധസന്നാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും നടുവിൽ ഇരുട്ടിൽ അകപ്പെട്ട കുട്ടിയെപ്പോലെ ഞാൻ നിൽക്കുകയല്ലേ എന്ന് അമൽ ജാനകിയോട് ചോദിക്കുക. ജാനകി ആകെ നിസ്സഹായായി നിൽക്കണേ, എനിക്കിനി ഏട്ടത്തിയോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് തീരുമാനം ഏട്ടത്തിക്ക് എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോവുക. ജാനകി ആകെ നിരാശപ്പെട്ട് ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ഉണ്ണിത്താമക്കയിൽ അവിടെ നിന്ന് നിരഞ്ജനോട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ സാക്ഷിയിൽ സത്യസന്ധരായിട്ടുള്ള രണ്ട് സാക്ഷികളെ നമ്മുടെ കൂടെയുള്ളൂ, CI നടരാജനും അതുപോലെ തന്നെ ആ മാഷും, അവർ രണ്ടുപേരും ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് അഭിയുമൊക്കെ അങ്ങോട്ട് വരുന്നത്. അല്ല പിന്നെ 4 പേരുടെ കാര്യം ഉണ്ണിത്താൻ സാറ് പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പം നല്ല ഒന്നാന്തരം കള്ളസാക്ഷികൾ അല്ലാണ്ട് എന്താണെന്ന് ഉണ്ണിത്താൻ ചോദിക്കുക. അപ്പോൾ അവരെയാണ് എനിക്ക് ആക്ച്വലി പേടി, കാശ് വാങ്ങിയാണ് അവർ മൊഴി പറയുന്നതെന്നും അജയ് അവരെ മറുകണ്ഠം ചാടിക്കോ എന്ന് നമ്മൾ പേടിക്കണ്ടേ അച്ഛാ എന്ന് ചോദിച്ചപ്പം അതിന് സാധ്യതയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരെ 3 പേരെയും വെച്ച് നമുക്ക് വാദം ഉറപ്പിക്കാനും പറ്റില്ല എന്ന് പറയും.
CI നടരാജൻ 25 വർഷം മുൻപ് സർവീസിൽ നിന്നും VRS എടുത്ത് പോയ ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ല, നമുക്ക് ഈ കള്ള സാക്ഷികളുടെ ഒക്കെ ആവശ്യമുണ്ടോ സാറെന്ന് അഭി അന്നേരത്തേക്കും ചോദിച്ചു കേട്ടോ. പേടിയാ, ഇതൊരു സത്യസന്ധമായിട്ടുള്ള കേസല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ അത് നമുക്കല്ലേ അറിയുള്ളൂ, കോടതിക്ക് ബോധ്യമാവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതിൽ കള്ളസാക്ഷികളുടെ റോൾ എന്താണെന്ന് ചോദിച്ചു. തമ്പി രാധാമണി ആക്രമിച്ച ദിവസം അവരെ കമ്പനിയിൽ വെച്ച് കണ്ട ദിവസക്കൂലിക്കാരിയായ ഒരു സ്ത്രീയെ നമുക്ക് വേണമെന്ന് ഉണ്ണിത്താൻ പറയുക. വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരവിടുത്തെ സ്വീപ്പറാവാം, അല്ലെങ്കിൽ അവർക്ക് തമ്പി കാശും കൊടുത്തു എന്നുള്ള കാര്യവും പറയാം. അല്ല, ഈ കാശ് വാങ്ങിയ സ്ത്രീ നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ അത് ഏൽക്കുമോ? ഏൽക്കും, ഏൽപ്പിക്കണം. ആ സ്ത്രീക്ക് കുറ്റബോധം തോന്നി മാധവ വാര്യരോട് വിവരം പറഞ്ഞു. തൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതിയ മാധവ വാര്യർ സത്യം അങ്ങനെയാണ് അറിഞ്ഞത് എന്നും എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് അഭി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കലാവുമോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ വഴികളെല്ലാം ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് ഉണ്ണിത്താൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്കും അത് തന്നെയാണ് ആപ്റ്റായിട്ടുള്ള വഴി തോന്നി. അപ്പോൾ ദേ അങ്ങനെ കള്ളസാക്ഷി പറഞ്ഞാൽ അല്ലെങ്കിൽ കള്ളസാക്ഷിക്കാർ നമ്മളെ ഒറ്റിയാൽ ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള മൊഴിക്ക് പോലും വിലയില്ലാണ്ടാവില്ലേ എന്ന് നമ്മുടെ അഭി ചോദിച്ചു. അപ്പോൾ ഉണ്ണിത്താൻ നിന്ന് ചിരിക്കുമോ ഇങ്ങനെ. ചന്ദ്രമാഷിന് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. മാധവ വാര്യരുടെ വാക്കിന് പുറത്താണ് അദ്ദേഹം സ്റ്റേഷനിലേക്ക് കൂട്ടുപോയതെന്ന കാര്യം പറയുവാണ് നിരഞ്ജന. പിന്നെ കേസ് സ്വീകരിച്ച CI ആണ് പരമപ്രധാനമായിട്ടുള്ള ഒരാൾ. ഈ കേസിൻ്റെ നട്ടല് അവരുടെ രണ്ടുപേരുടെയും മൊഴികൾക്ക് ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ പെറ്റീഷൻ തള്ളിപ്പോയാലോ, ജാനകിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുവാണ് അഭി. എൻ്റെ ടെൻഷനും മൊത്തം അതാണെന്നും അഭി ഇങ്ങനെ ടെൻഷനായിട്ട് തന്നെ ഇവരോട് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല അഭി, നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. കോടതി പെറ്റീഷൻ 16-ാം തീയതി പരിഗണനയിൽ എടുക്കുമെന്നും കൂടുതൽ സജ്ജമായി തന്നെ നമ്മളുടെ ഭാഗം പറയുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഉണ്ണിത്താൻ അഭിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഈ കളി നമുക്ക് മാത്രം ജയിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നിരഞ്ജന സമാധാനിപ്പിക്കുക കേട്ടോ അഭിയെ. അങ്ങനെ അഭിയാണെങ്കിൽ രണ്ട് കണ്ടത്തിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ തമ്പിയാണ്. തമ്പി ഇങ്ങനെ ആലോചിച്ച് നടക്കുവാണ്. തമ്പി വിശ്വനെന്ന് പറഞ്ഞു വന്നവൻ ശരിക്കും രാധാമണിയുടെ മകൻ തന്നെയാണോ? പിന്നീടത് നുണക്കഥയാണെന്ന് അഭി പറഞ്ഞത് ഇങ്ങനെയൊരു നാടകം പ്ലാൻ ചെയ്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഫോണും കൈ പിടിച്ച് ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ നിൽക്കാം. അപ്പോൾ രാധാമണിയുടെ ഫോട്ടോ എങ്ങനെയൊക്കെയോ കൈക്കലാക്കി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ രാധാമണിയെ പറ്റിയും അതുപോലെ തന്നെ മേരിയമ്മയെ പറ്റിയും കമ്പയർ ചെയ്ത് ചിന്തിക്കുവാണ് ഈ പറയുന്ന നമ്മുടെ തമ്പി. എന്നിട്ട് പിന്നെ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്വയം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഭയങ്കര ഇതായിട്ട് പ്രതീക്ഷകളോടുകൂടി നിൽക്കുവാണ്. ഏതായാലും അന്ന് കാണിച്ച ഫോട്ടോയും ഇപ്പോൾ കൂടെയുള്ള ആ ഒരു സ്ത്രീയും രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വന്നാൽ അവൻ ഓടുന്ന വഴിയിൽ പുല്ല് പോലും കിളിർക്കില്ലെന്നാണ് തമ്പി അവിടെ നിന്ന് മനസ്സിൽ പ്രതീക്ഷകൾ ഇങ്ങനെ ചൊരിക്കൂട്ടുന്നു. എന്നിട്ട് മേരിയമ്മയുടെ ഫോട്ടോയും നോക്കി ഇങ്ങനെ നിൽക്കുക അവിടെ. തമ്പി വരുന്നുണ്ട് രാധാമണി, നിന്നെ കാണാൻ വേണ്ടി തന്നെ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ തലയൊക്കെ ആട്ടി ഇങ്ങനെ അങ്ങ് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തമ്പി തൊട്ടടുത്ത നിമിഷം ഇറങ്ങി ഈ പശുപതിയെ കാണാനായിട്ട്. പശുപതി ആണെങ്കിൽ തമ്പിയെ കാണാനും അങ്ങോട്ടേക്ക് വന്നു. അപ്പം തമ്പി സാറല്ലേ? അതെ, സാറിൻ്റെ ഫോട്ടോ എന്നെ അപ്പുറത്ത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനാണ് പശുപതി, സാർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും തമ്പി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈ പശുപതിയോട് ചോദിക്കും. അങ്ങനെ അന്നേരം ഇയാൾ ഉള്ള കാര്യങ്ങളെല്ലാം പറയണം. പറഞ്ഞതെല്ലാം സത്യമാണെന്നും ജാനകി അങ്ങനെ ഒരാളുമായിട്ട് വേറൊരു വീട്ടിലെ താമസം ഉണ്ടെന്നും ആ വീടിൻ്റെ പേര് ചന്ദ്രകാന്ത് എന്നാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നിടത്ത് തന്നത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.